ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് ഇൻ ഡിസ്ക്യൂല് ഫിഗർ ഇറ്റ് ഔട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി 5th ക്വസ്റ്റ്യൻ വരെ സോൾവ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 6th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ്. അപ്പം 6th ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. 3 ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് 300. എത്ര പെർസെൻറ്റേജ് ആണോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 3 ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഈക്വൽ ടു, ഇവിടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? എക്സ് പെർസെൻറ്റേജ് ഓഫ് 300 എന്ന് എഴുതാം. ഇതിപ്പോൾ നമുക്ക് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എക്സ് പെർസെൻറ്റേജ് ഓഫ് 300 ഈക്വൽ ടു 3. ഇനി എക്സ് പെർസെൻറ്റേജിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ 100 എന്ന് എഴുതാലോ. എക്സ് ബൈ 100 ഓഫിന് പകരം മൾട്ടിപ്ലിക്കേഷൻ എഴുതുക. 300 ഈക്വൽ ടു 3. ഈ രണ്ട് സീറോയും വെട്ടിക്കളയാം. അപ്പൊ 3x ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇൻറ്റു 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 3 ആവും. അപ്പൊ എക്സ് ഈക്വൽ ടു 3/3 എന്ന് കിട്ടും. 3/3 എന്ന് പറയുമ്പോൾ 1 കിട്ടും. അപ്പൊ ഇവിടെ 1% ആണ് കിട്ടും. 3 ഈസ് 1% ഓഫ് 300. അതുപോലെ തന്നെ ഡാഷ് ഈസ് 40% ഓഫ് 4. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ച് വെച്ചാൽ മതി? 40% ഓഫ് 4 എത്രയാന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. 40/100 ഇൻറ്റു 4. അപ്പൊ ഇതിലെ ഒരു സീറോയും വെട്ടിക്കളയാം. 4 into 4 എന്ന് പറയുമ്പോൾ 16. 16/10 എന്ന് പറയുമ്പോൾ 1.6. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1.6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 40 is 80% ഓഫ് എക്സ് എത്രയാണ് ചോദിച്ചിരുന്നത്. അപ്പം 40 ഈക്വൽ ടു 80%, 80/100 ഇൻറ്റു എക്സ്. ഇവിടെയും സീറോയും വെട്ടുക. 10 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 10 അപ്പുറത്തേക്ക് ഡിവൈഡഡ് ബൈ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ അപ്പൊ ഇൻറ്റു 10 ആയിട്ട് മാറും. 40 into 10 ഈക്വൽ ടു 8x. 40 into 10 എന്ന് പറയുമ്പോൾ 400 ആണ് വന്നത്. ഇൻറ്റു 8 ആണ്. ഇൻറ്റു 8 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 8 ആയിട്ട് മാറും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 400/8. 400/8 എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. അപ്പൊ 40 എന്ന് പറയുന്നത് 80% ഓഫ് 50 ആണ് വന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 7. Is 10% of a day longer than 1% of a week? Create such questions and challenge your peers. If 10% of a day, 10% of a day എന്ന് പറയണതാണോ 1% of a week എന്ന് പറയണതാണോ, ആരാണ് വലിയത്? 10% of day ആണോ ലോങ്ങർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം 10% of a day എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 10% എന്ന് പറയുമ്പോൾ 10/100. ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. ഒരു ദിവസം എത്ര മണിക്കൂറുള്ളേ? 24 hours അല്ലേ ഉള്ളേ. അപ്പം ഇൻറ്റു 24 ചെയ്യാം. ഇതിന്ന് സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് 24/10 എന്ന് കിട്ടും. 24/10 എന്ന് പറയുമ്പോൾ 2.4 hours എന്ന് പറഞ്ഞു കിട്ടും. ഇനി അടുത്തത് 1% ഓഫ് എ വീക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 1% എന്ന് പറയുമ്പോൾ 1/100. ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു. ഒരു വീക്ക് എന്ന് പറയുന്നത് 7 days ആണുള്ളത്. ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 hours ആണുള്ളത്. അപ്പൊ 7 days എന്ന് പറയുമ്പോൾ 7 into 24 ആണ് വന്നത്. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 168 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1.68 hours എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് 1.68 ആണോ 2.4 ആണോ വലിയത്? 2.4 തന്നെയാണ് വലിയത്. അപ്പൊ നമുക്ക് എന്തെന്ന് കൊടുക്കാം? യെസ്, 10% ഓഫ് ഡേ ഈസ് ലോങ്ങർ ദാൻ 1% ഓഫ് എ വീക്ക്. ഇതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഫ്രണ്ട്സിന് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് 10% ഓഫ് എ മന്ത്. മന്ത് എന്ന് പറയുമ്പോൾ 30 days ആണ് വന്നത്. ഈസ് ലോങ്ങർ ദാൻ 50% ഓഫ് എ വീക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈസ് 50% ഓഫ് എ ഡസൺ ഈസ് ഗ്രേറ്റർ ദാൻ 10% ഓഫ് എ സ്കോർ. അല്ലെങ്കിൽ ഈസ് 80% ഓഫ് എ സെഞ്ചുറി ഈസ് ലെസർ ദാൻ 45% ഓഫ് എ ഡബിൾ സെഞ്ചുറി. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് കമ്പയർ ചെയ്യാം. ആരാണ് വലിയത്, ആരാണ് ചെറുതെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ 8. Mariam's farm has a peculiar bull. One day she gave the bull 2 units of fodder and the bull ate 1 unit. ഒരു ദിവസം എന്ത് ചെയ്യും? 2 unit ഫുഡ് കൊടുക്കുക. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ബുള്ള് 8 ചെയ്യുന്ന എന്താ? 1 യൂണിറ്റ് ആയിരിക്കും കഴിക്കുന്നത്. നെക്സ്റ്റ് ഡേയിൽ ഷീ ഗേവ് 3 units കൊടുക്കും. അപ്പൊ ബുള്ള് 8 ചെയ്യുന്ന എത്രയായിരിക്കും? കഴിക്കുന്ന എത്രയായിരിക്കും? 2 unit ആയിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത ഡേ വരുമ്പോൾ തേർഡ് ഡേയിൽ 4 unit കൊടുക്കും. പക്ഷെ ബുള്ള് കഴിക്കുന്നത് 3 unit ആയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ 99th ഡേയിൽ എന്ത് ചെയ്യും? 100 units കൊടുക്കുമ്പോൾ 99 units കഴിക്കുള്ളൂ. 100 unit കൊടുക്കുന്നെങ്കിൽ 1 unit കുറച്ചേ കഴിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റീസിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുക. ദിസ് ടാസ്ക് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ക്ലാസ്.
വാട്ട് ഡു യു ഒബ്സർവ്? അന്നേരം നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഡേയിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഡേയിൽ 2 യൂണിറ്റ്സ് കൊടുക്കുന്നതിൽ 1 യൂണിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 1/2 ഇൻറ്റു 100% വെക്കുക. 1/2 ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 50% കിട്ടും. ഇനി സെക്കൻഡ് ഡേയുടെ പ്രത്യേകത എന്താ? 3 യൂണിറ്റ് കൊടുക്കും. 3 യൂണിറ്റിൽ എത്രയേ കഴിക്കുള്ളൂ? 2 യൂണിറ്റേ കഴിക്കുള്ളൂ. അപ്പൊ 2/3 ഇൻറ്റു 100% വെക്കാം. 2/3 ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ 200/3 ആണ് വന്നത്. 200/3 എന്ന് പറയുന്നത് നമുക്ക് 66.67% ആണ് കിട്ടും. ഇനി അടുത്തത് തേർഡ് ഡേയുടെ പ്രത്യേകത എന്തായിരിക്കും? തേർഡ് ഡേയിൽ ആൾ എത്ര കൊടുക്കും? 4 യൂണിറ്റ്സ് കൊടുക്കും. അതിൽ 3 കഴിക്കുള്ളൂ. അപ്പൊ 3/4 ഇൻറ്റു 100%. 3/4 ഇൻറ്റു 100% എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ 75% ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ 100th ഡേ നോക്കുക. 100th ഡേ കൊടുക്കുമ്പോൾ ഔട്ട് ഓഫ് 99th ഡേയുടെ കണ്ടിന്യൂ ചെയ്തതിന് അപ് ടു 99th ഡേ ആണ്. അപ്പൊ 99th ഡേയിൽ ഔട്ട് ഓഫ് 100 യൂണിറ്റ്സിൽ ആൾ എത്രയേ കഴിക്കുള്ളൂ? 99 കഴിക്കുള്ളൂ. ഇൻറ്റു 100% ചെയ്യുക. അപ്പൊ ഈ 100 ക്യാൻസൽ ചെയ്യുമ്പോൾ ഈക്വൽ ടു എത്രയാന്ന് കിട്ടും? 99% ആണ് കിട്ടും. അപ്പൊ അന്നേരം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഫുൾ ഫുഡ് കഴിക്കുക. ആദ്യം 50% കഴിക്കുള്ളൂ, പിന്നെ 66, പിന്നെ 75, പിന്നെ 80, പിന്നെ 98 പോയിന്റ് സംതിങ്, അങ്ങനെ കൂടി കൂടി അവസാനം 99% ഫുൾ കൊടുക്കുന്ന അത് ഫുള്ള് കഴിക്കും. അപ്പൊ ഇതിന്റെ പാറ്റേൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ n ആണെങ്കിൽ താഴത്തെ n+1 ആയിരിക്കും ഇൻറ്റു 100. ഏത് ഡേക്ക്? nth ഡേക്ക്. ഈ ഫസ്റ്റ് ഡേയും ന്യൂമറേറ്ററും തമ്മിലാണ് റിലേഷൻ. സെക്കൻഡ് ഡേയിലും അത് കഴിക്കുന്നത്, സെക്കൻഡ് ഡേയിൽ കൊടുക്കുന്നത് 2 പാർട്ട് അങ്ങനെയാണ് വന്നത്. തേർഡ് ഡേയിലാവുമ്പോൾ 4 പാർട്ടിൽ 3 പാർട്ട് കഴിക്കും. അപ്പൊ 100th ഡേയിലാവുമ്പോൾ അല്ലെങ്കിൽ 99th ഡേയിലാവുമ്പോൾ 100 പാർട്ടിന്റെ 99 ആണ് കഴിക്കുന്നത്. അപ്പൊ പാറ്റേൺ വരുന്നത് n/n+1 ഇൻറ്റു 100. നമുക്ക് കാണാൻ പറ്റും n കൂടുന്ന അനുസരിച്ച് അത് കഴിക്കുന്ന ഫുഡിന്റെ 100% ഫുഡും അത് കഴിക്കാൻ എത്തുന്നുണ്ട്. ലാസ്റ്റ് 99th ഡേ ആവുമ്പത്തേനും അത് കൊടുക്കുന്ന അത്ര ഫുൾ എമൗണ്ടും അത് കഴിക്കുന്നുണ്ട്. ഇനി 9th ക്വസ്റ്റ്യൻ. Workers in a coffee plantation take 18 days to pick coffee berries in 20% of plantation. Total plantation എത്രയാണെന്ന് അറിയില്ല, അതിന് നമുക്ക് പെറ്റ്സ് ആയിട്ട് എടുക്കാം. അപ്പൊ 20% ഓഫ് പ്ലാന്റേഷനിൽ കോഫി ബെറീസ് പിക്ക് ചെയ്യാനായിട്ട് അവർക്ക് 80 ഡേയ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ പിക്കിംഗ് വർക്ക് ഫോർ ദ എൻറ്റയർ പ്ലാന്റേഷൻ അസ്യൂമിംഗ് ദ റേറ്റ് ഓഫ് വർക്ക് സ്റ്റേസ് ദ സെയിം? ഒരു റേറ്റ് ഓഫ് വർക്ക് റിമെയിൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂ പ്ലക്ക് ചെയ്യുന്ന എമൗണ്ട് കറക്റ്റ്, ആ റേറ്റ് കറക്റ്റ് ആയിരിക്കും. ഒരു ദിവസം കൂടുതൽ വർക്ക് ചെയ്യുക, അടുത്ത ദിവസം കുറച്ച് പറിക്കുക, അങ്ങനെയൊന്നുമില്ല. ഒരേ റേറ്റിൽ തന്നെയായിരിക്കും അവർ പറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എൻറ്റയർ പ്ലാന്റേഷൻ കവർ ചെയ്യാനായിട്ട് അവർക്ക് എത്ര ദിവസം വേണം? അപ്പൊ നമുക്ക് മറ്റേത് എത്ര പ്ലാന്റേഷൻ എത്രയാണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിനെ ഹെഡ്സ് ആയിട്ട് എടുക്കും. അപ്പം 20% ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നതാണ് എത്ര? 18 ഡേയ്സ്. 18 ഡേയ്സ് കൊണ്ട് എൻറ്റയർ പ്ലാന്റേഷന്റെ 20% കവർ ചെയ്യും. അപ്പം പ്ലാന്റേഷന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഹെഡ്സ് ആയിട്ട് എടുക്കും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യാം. 0യും 0യും ക്യാൻസൽ ചെയ്യാം. 2ഉം 10ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 1 ഉണ്ട്. അപ്പൊ 1/5 ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് 18 ആണ് കേട്ടോ. അപ്പൊ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 1 ഇൻറ്റു ഹെഡ്സ് എന്ന് പറയുമ്പോൾ h/5 ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പൊ 18 ഇൻറ്റു 5 എന്ന് കിട്ടും. 18 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 90. അപ്പൊ എൻറ്റയർ പ്ലാന്റേഷൻ ഫുൾ ഈ കോഫി ബെറീസ് പിക്ക് ചെയ്യാൻ അവർക്ക് എത്ര ദിവസം വേണ്ടി വരും? 90 ഡേയ്സ് ആണ് വേണ്ടി വരുന്നത്. അപ്പൊ h ഈസ് ഈക്വൽ ടു 90. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് വൈ ഇസ് ദിസ് അസംഷൻ നെസസറി? എന്തുകൊണ്ടാണ് നമ്മൾ റേറ്റ് ഓഫ് വർക്ക് ഇവിടെ അസ്യൂമിങ് ചെയ്തിരിക്കുന്നത് സെയിം ആവണമെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്? ചിലപ്പോൾ ബാഡ് ക്ലൈമറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരിക്കാം, അല്ലെങ്കിൽ വെയിലുള്ള ദിവസമായിരിക്കാം. അത് വേണമെങ്കിൽ വെതർ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ചേഞ്ച് ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ വർക്കേഴ്സിന് ഓവർ ടൈം ഡ്യൂട്ടി വരുമ്പോൾ അവർ ക്ഷീണിച്ചേക്കാം. അപ്പോൾ അവർക്കുടെ എഫിഷ്യൻസി കുറയും. പിന്നെ ചില വർക്കേഴ്സ് എന്ത് ചെയ്യും? കൂടുതൽ ടൈം ലീവ് എടുക്കുമോ, അല്ലെങ്കിൽ അവർ ബ്രേക്ക് എടുക്കുമോ. ഇപ്പോൾ 15 മിനിറ്റിന് വരെ 30 മിനിറ്റ് ബ്രേക്ക് എടുക്കുമോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ ആബ്സെന്റ് ആവുമോ, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കറക്റ്റ് രീതിയിൽ തന്നെ പോകുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദ ബാഡ്മിന്റൺ കോച്ച് ഹാസ് പ്ലാൻ ദ ട്രെയിനിങ് സെഷൻസ് സച്ച് ദാറ്റ് ദ റേഷ്യോ ഓഫ് വാം അപ്പ് പ്ലേ കൂൾ ഡൗൺ ഈസ് 10%, 80%, 10%. അപ്പൊ ഈ ബാഡ്മിന്റൺ കോച്ച് ട്രെയിനിങ് സെഷന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്
പ്ലേ കൂൾ പിന്നെ ഡൗൺ. വാം അപ്പ്, പ്ലേ, കൂൾ ഡൗൺ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വാം അപ്പ്, പ്ലേ, കൂൾ ഡൗൺ. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 10%, 80%, 10% എന്നാണ് വന്നിരിക്കുന്നത്. If he want to conduct a training of 90 minutes, 90 minutesന്റെ ഒരു ട്രെയിനിങ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വാം അപ്പ് എത്ര നേരം ഉണ്ടായിരിക്കും, കളിക്കണത് എത്ര നേരം ഉണ്ടായിരിക്കും, കൂൾ ഡൗൺ എത്ര നേരം ഉണ്ടാവും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 10% ഓഫ് എന്ത് കണ്ടുപിടിക്കാം, 90 മിനിറ്റ്സ് കണ്ടുപിടിക്കാം. 10% ഓഫ് 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 10% എന്ന് പറയുമ്പോൾ 10/100 ഇൻറ്റു 90 90. ഈ സീറോയും ക്യാൻസൽ ചെയ്തു. അപ്പം വാമപ്പിന് വേണ്ടി അപ്പം എത്ര ഉപയോഗിക്കാം, 9 മിനിറ്റ്സ് ഉപയോഗിക്കും. അപ്പുറത്തെയും ഈ കൂൾ ഡൗണും 10% തന്നെയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, 9 മിനിറ്റ്സ് തന്നെയായിരിക്കും ചോദിച്ചേക്കുന്നത്. പിന്നെ 80%ന്റെ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. 80%ന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ 80/100 ഇൻറ്റു 90 ചെയ്യുക. ഈ സീറോയും ഇതും വെട്ടിക്കളഞ്ഞു. അപ്പൊ 8 ഇൻറ്റു 9 ചെയ്യുക. 8 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 72 മിനിറ്റ്സ്. അപ്പൊ 72 മിനിറ്റ്സ് ആയിരിക്കും എന്തിനു വേണ്ടി, അവർ പ്ലേക്ക് വേണ്ടി കളിക്കാനായിട്ട് വരുന്നത്. അപ്പൊ അവിടുത്തെ റേഷ്യോ എന്നത് ആക്ടിവിറ്റി വാമപ്പിന് വേണ്ടി 9 മിനിറ്റ്, പ്ലേ ടൈമിന് വേണ്ടി 72 മിനിറ്റ്സ്, കൂൾ ഡൗണിന് വേണ്ടിയിട്ട് 9 മിനിറ്റ് ആണ് കൊടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An estimated 90% of the world population lives in Northern Hemisphere. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് 90% ആൾക്കാർ താമസിക്കുന്നത് എന്നാണ് ഒരു കാൽക്കുലേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ബേസ്ഡ് ഓൺ ദിസ് ഇയേഴ്സ് വേൾഡ് വൈഡ് പോപ്പുലേഷൻ. വേൾഡ് വൈഡ് പോപ്പുലേഷൻ അനുസരിച്ച് എന്തോരം ആൾക്കാർ നോർത്തേൺ ഹെമിസ്ഫിയറിൽ താമസിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ജാനുവരി 1, 2026 വേൾഡ് പോപ്പുലേഷൻ റേറ്റ് ആണ് എടുത്തേക്കുന്നത്. അത് 8.3 ബില്യൺ ആണ്. അപ്പൊ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ 90% ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ 90/100 ഇൻറ്റു 8.3 ബില്യൺ ചെയ്യണം. അപ്പൊ ഇതിൽ ഒരു സീറോ വെട്ടിക്കളയാം. അപ്പൊ 9 ഇൻറ്റു 8.3 ഡിവൈഡഡ് ബൈ 10, അല്ലെങ്കിൽ 9 ഇൻറ്റു 0.83. അപ്പൊ 83 ഇൻറ്റു 9 കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ബാക്ക്വേർഡ് പോവാം. അപ്പൊ നമുക്ക് കിട്ടും 7.47 ബില്യൺ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമായിട്ട് 7.47 ബില്യൺ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റെസിപ്പി ഫോർ ദ ഡിഷ് ഹൽവ ഫോർ 4 people ഹാസ് ദ ഫോളോയിങ് ഇൻഗ്രീഡിയൻസ് ഇൻ ദ ഗിവൺ പ്രൊപ്പോർഷൻ. 4 പേർക്ക് ഉണ്ടാക്കാനുള്ള ഹൽവ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയന്റ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. റവ 40%, ഷുഗർ 40%, ഗീ 20%. ഇഫ് യു വാണ്ട് ടു മേക്ക് ഹൽവ ഫോർ 8 people, 8 ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ഓഫ് ദ എബവ് ഇൻഗ്രീഡിയൻറ്റ്. ഈ തന്നിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് പ്രൊപ്പോർഷൻ എന്തായിരിക്കും? പ്രൊപ്പോർഷന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 8 people വന്നാലും നമ്മൾ ഈ സെയിം പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. 40%, 40%, 20% തന്നെയായിരിക്കും വരുന്നത്. വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇഫ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റ് ഇൻ 2 kg, ഹൗ മച്ച് റവ, ഷുഗർ ആൻഡ് ഗീ ആർ പ്രസന്റ്. ടോട്ടൽ വെയിറ്റ് 2 kg ആണെങ്കിൽ എന്തോരം റവയും ഷുഗറും ഗീയും വേണ്ടി വരും. അപ്പൊ ആദ്യം റവയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 40% ഇൻറ്റു 2 kg. അപ്പൊ ഇതിൽ നിന്ന് സീറോയും വെട്ടിപ്പോയി. അപ്പൊ 8/10 എന്ന് വരും. 8/10 എന്ന് പറയുന്നതായിരിക്കും 0.8. അടുത്തത് ഷുഗറിന്റെയും റവ എന്തോരം ചേർക്കുന്നോ അത്രയും തന്നെ ഷുഗറും ചേർക്കുന്നുണ്ട്. അപ്പൊ അതും എന്ത് തന്നെ കിട്ടും, 0.8 kg ആണെന്നിട്ട്. ഗീ 20%. 20% എന്ന് പറയുമ്പോൾ 20/100 ഇൻറ്റു 2 kg. ഇതിൽ 0 കട്ട് ചെയ്തു. അപ്പൊ 4 വരും. 4/10 എന്ന് പറയുമ്പോൾ 0.4 kg ആയിട്ടായിരിക്കും വന്നത്. അപ്പൊ ഗീയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 0.4 kg. അപ്പം ഇത്ര എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത പോർഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിന്റെ ബാക്കിത്തെ പോർഷൻസ് കാണാനായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രേഡ് 7 പോർഷൻസ് ഇടുന്നുണ്ട്, അതും എല്ലാവരും കാണുക. ഓക്കെ, താങ്ക് യു.